റേറ്റ് പറ. 2016 2016 ചോദിക്കുന്നത് 9500 കൊടുത്തേക്കാം. 9500 അല്ലേ? ഈ പ്രൈസിന് നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിൽ തിരക്കി വയ്ക്കോ, കിട്ടത്തില്ല. ഉറപ്പ്, കൺഫേം. ഈ പ്രൈസിൽ GT കേരളത്തിലോടി കിട്ടില്ല. ഉറപ്പാണോ? കൺഫേം. 2020 മോഡൽ 1.15 ഫൈനൽ. 1.15 ഫൈനൽ. സിംഗിൾ ഓണർഷിപ്പ് 98 രൂപ. 98 രൂപ. സീറോ ഡൗൺ പേയ്മെന്റ്. സീറോ ഡൗൺ പേയ്മെന്റ്. ഇന്ത്യയിലെല്ലാം 5 രൂപ 10 രൂപ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. ഇവിടെയുള്ള ഏത് വണ്ടിയാണെങ്കിലും. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ തന്നെ ഫസ്റ്റ് ഒരു വണ്ടി ഡെലിവറി ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു. കാരണം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് ബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. ഹായ്, എവിടെ സ്ഥലം? പേരെന്താ? സുഹൈൽ. അപ്പൊ സുഹൈൽ ബ്രോക്കും അതുപോലെ ഫായിസ് ബ്രോക്കും നമ്മൾ ഫസ്റ്റ് ഒരു ഡെലിവറി ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങാൻ പോണത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എക്സ്ചേഞ്ച് ആക്കിയിട്ടാണോ? എക്സ്ചേഞ്ച്, അവന്റെ ഒരു സ്കൂട്ടർ എടുത്തിട്ട് അവന് ബൈക്ക് കൊടുക്കാൻ പോകണം. ഓക്കെ അല്ലേ? ഓക്കെ, ഹാപ്പി ആട്ടെ, ഉഷാറാട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പൾസറാണ് നമ്മളിപ്പോ ഇവിടുന്ന് ഫസ്റ്റ് ഡെലിവറി ചെയ്തത്. ഇനി ഒരുപാട് വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തുടങ്ങാണ്ട്. വണ്ടിയൊക്കെ ഓടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാണോ? ഫുള്ള് സെറ്റല്ലേ? സെറ്റ്. എന്താണ് ഡി മോട്ടോഴ്സിനെ പറ്റി പറയാനുള്ളത്? നല്ല അഭിപ്രായം. ശരി. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഓടിക്കണേ, പെറ്റി അടിപ്പിക്കല്ലേ. ഒരു ഹെൽമെറ്റ് ഗിഫ്റ്റ് കൊടുക്കാനിട്ട് നിങ്ങൾക്ക് അടുത്ത സെറ്റ് ആക്കണം നമുക്ക്. എന്നായിക്കോട്ടെ, ശരി. ഓക്കെ, നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോവാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വണ്ടി കളക്ഷനുമായിട്ടാണ്. അത് സ്കൂട്ടി വേണോ, പൾസർ വേണോ, ബുള്ളറ്റ് വേണോ, അല്ലെങ്കിൽ MT വേണോ, അല്ലെങ്കിൽ R1 V4 വേണോ, ഏത് വേണമെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ബൈക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തുടങ്ങാം. നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ നിന്ന് വണ്ടി കൊടുക്കും. തീർച്ചയായും ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര മുതലാണ്? 10 രൂപ താഴെ. 3 വണ്ടികൾ നമുക്ക് 10 രൂപക്ക് താഴെയുള്ള വണ്ടികളുണ്ട്. ഏകദേശം 8 രൂപ, 10 രൂപ, അങ്ങനെ ആ ലെവലാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാലോ ഡീറ്റെയിൽസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാലോ? ഓക്കെ, ബെസ്റ്റ് പ്രൈസ് വേണോട്ടോ എനിക്ക്. ബെസ്റ്റ് പ്രൈസ് തന്നെ കൊടുക്കും. എല്ലാ വണ്ടിയും ബെസ്റ്റ് പ്രൈസ്. ഓണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബെസ്റ്റ് പ്രൈസിൽ ഒരുപാട് വണ്ടികളാണ്. ഫസ്റ്റ് വരുന്ന വണ്ടി പ്ലഷർ അല്ലേ? ഇതിപ്പോ ആ പയ്യന്റെ നമ്മൾ എക്സ്ചേഞ്ച് എടുത്തേ, അതുകൊണ്ടാണ് കഴിയാതിരിക്കുന്നത്. നമുക്ക് ചോദിക്കുന്നത് ഞാൻ എടുത്തത് 11,500. ഞാൻ 8 രൂപയ്ക്ക് കൊടുത്തേക്കാം. 8 രൂപയ്ക്ക് കൊടുത്തേക്കാം. 2014 മോഡൽ. 2014 മോഡൽ 8 രൂപയ്ക്ക്. 2014 മോഡൽ. പ്രശ്നം എന്ന് പറഞ്ഞാൽ 500 രൂപ പേര് മാറാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം, അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് മാസ്ട്രോ ആണ്, വൈറ്റ് കളർ. 2016. ഓണം കത്തുവോ? കത്തിക്കും. ഓണം കത്തിക്കും. റേറ്റ് പറ. 2016 ചോദിക്കുന്നത് 9,500 കൊടുത്തേക്കാം. 9,500 അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന മാസ്ട്രോ 2016. എത്ര വയ്ക്കും? സിംഗിൾ ഓണർഷിപ്പ് എത്ര വയ്ക്കുന്നത്? 16 രൂപയ്ക്ക് കൊടുത്തേക്കാം. 16 രൂപയ്ക്ക് 2016 മോഡൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിഗോ വരുന്നുണ്ട് 2014. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 15,500 കൊടുക്കാം. 15,500 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് വിഗോ 2014. 14. അതെ, 16 രൂപ കൊടുത്തേക്കാം. 16 രൂപ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് റേസെറ്റ് 2018 മോഡൽ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 38 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുത്തേക്കാം. 38 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് 2018 മോഡലാണ്. 2018 മോഡലാണ്. 14, 16 ഒക്കെ പറയുന്നതിനിടെ പെട്ടെന്ന് 18 ഒക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 2020 മോഡൽ. എത്ര ചോദിക്കുന്നത്? 58 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് 58 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 2019 മോഡൽ. 19 മോഡൽ എത്ര ചോദിക്കുന്നത്? 50 രൂപ കൊടുത്തത്. 50 രൂപ. ഇപ്പൊ ഈ ചില വണ്ടികൾ നമുക്ക് സീറ്റ് കവർ അല്ലെങ്കിൽ ടയർ കാര്യങ്ങൾ എന്തെങ്കിലും കമ്പി ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. എല്ലാം ക്ലിയർ കൊടുക്കും. വീഡിയോ എടുക്കുകയാണെങ്കിൽ ശരി. ഓക്കെ. പിന്നെ നമ്മള് റോഡ് സൈഡിലാണല്ലോ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ നമുക്കിത് ഗ്യാരണ്ടി വാറണ്ടി ഇങ്ങനത്തെ സംഗതികളൊക്കെ എങ്ങനെയാണ്? ഗ്യാരണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് 1 മാസം എഞ്ചിൻ വാറണ്ടി. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു. അന്ന് നല്ല ബെസ്റ്റ് ഓഫർ ആയിരുന്നു. ഒരു തണ്ടർബേർഡ് നമ്മൾ ഗിവ് അവേയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് സംഗതി വരാൻ പോകുന്നുണ്ട്. അത് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. വഴിയേ പറഞ്ഞേക്കാം. ഓക്കെ, ഒരു ഫാസിന് വരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. 2019 മോഡൽ. എത്ര ചോദിക്കുന്നത്? 48 രൂപ ഫൈനൽ. 48 രൂപ. 2018 42 രൂപ. 42 രൂപ. 2018 എത്ര ചോദിക്കുന്നത്? 42 രൂപ. 42 രൂപ. ഇതെല്ലാം ഓഫർ പ്രൈസാ. ഇത് 2018. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 42 രൂപ. 42 രൂപ. ഇത് 3 2018 42 രൂപ. ഇത് 3 2018 42 രൂപ പറഞ്ഞാൽ എല്ലാത്തിനും കൂടിയാണോ? അല്ല, ഓരോ വണ്ടിക്ക് 42 രൂപ. ഓക്കെ, ഓഫർ വിചാരിച്ചു ഞങ്ങള് ഓണത്തിന് ചിലപ്പോൾ നിങ്ങൾ കത്തിക്കോയി. അങ്ങനത്തെ കത്തുന്ന ഓഫറുള്ള സംഗതികൾ ഒരുപാട്. 2021 എന്റെ ഓർക്ക് 68 രൂപ. 68 രൂപ. 2021 മോഡൽ. 2021 മോഡലാണ്. 2019 മോഡൽ 49 രൂപ. 49 രൂപ. അതുപോലെ 2016 മോഡൽ. ആക്റ്റീവ 2016 മോഡൽ 33 രൂപ. 33 രൂപ. അതുപോലെ തന്നെ 2020 മോഡൽ. എത്ര ചോദിക്കുന്നത്? 60 രൂപ കൊടുക്കാം. 2020 മോഡൽ. 2020 ഇതൊക്കെ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 2019 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 58 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 58 രൂപക്ക് ഫൈനൽ ചെയ്തോ. യൂണിക്കോൺ ഓഫർ ഉണ്ടോ? യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടി എക്സ്ചേഞ്ച് വണ്ടിയാണ്. എക്സ്ചേഞ്ച് ചെയ്തോണ്ട് ഇൻഡിക്കേറ്റർ ഇന്നലെ എടുത്തേ ഉള്ളൂ. എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 8 രൂപയ്ക്ക് കൊടുക്കാം. 8 രൂപയ്ക്ക് കൊടുക്കാം. 2012 മോഡൽ. 8 രൂപക്ക് 2012 മോഡൽ. 8 രൂപയ്ക്ക് കൊടുത്തേക്കാം.
എടുത്ത വിലക്കാട്ടി ചെറിയ പൊട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മാറ്റി എടുത്ത വിലക്കാട്ടി റേറ്റ് കുറച്ച്. എടുത്ത വിലക്കാട്ടി റേറ്റ് കുറച്ച്. അതെന്താണ് നമുക്കുള്ളതാണ് ഓഫർ? അതെ, നിങ്ങൾക്കുള്ള ഓഫർ. സ്പെഷ്യൽ ഓഫർ. ഓക്കെ, അതുപോലെ തന്നെ റെഡ് 2016 മോഡൽ. എത്ര ചോദിക്കുന്നത്? 29 രൂപ. 29 രൂപ. 190. പറഞ്ഞിട്ട് തീരില്ല, അതിന് മാത്രം നിരത്തി വെച്ചിരിക്കാൻ വണ്ടി. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഒരു പൾസർ 2022 മോഡൽ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 80 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 80 രൂപക്ക്. അതുപോലെ തന്നെ 220 2018 മോഡൽ. എത്ര ചോദിക്കുന്നത്? 60 രൂപ കൊടുക്കുക. 60 രൂപയ്ക്ക്. അതുപോലെ 2016 എത്ര ചോദിക്കുന്നത്? 60 രൂപ. 60 രൂപ. 60 രൂപ. 60 രൂപ എറിഞ്ഞു കൊടുക്കണം, മത്തി വെക്കുന്ന പോലെ. 2013 മോഡൽ. NS 23 രൂപ കൊടുക്കുക. 23 രൂപ. 2013 മോഡൽ. 2013 മോഡൽ NS 23 രൂപക്ക്. അതായത് വണ്ടി കാണാനൊക്കെ കുറച്ച് അങ്ങോട്ട് ഒരു ചെറിയ മുട്ടില്ല, അതുപോലെ തന്നെ ഈ എഴുത്തില്ല, അങ്ങനത്തെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു 23 റുപ്യക്ക് ഒരു NS വേണോ? എന്നാ അവിടെ ഉണ്ട് അല്ലേ? സെറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ പെയിന്റ് എക്സ്ട്രാ വണ്ടിയാ. ഇങ്ങനത്തെ കളർ ഇല്ലല്ലോ വണ്ടി. പെയിന്റ് ചെയ്താണ്. എത്രയാണ് ചോദിക്കുന്നത്? 2017. എത്ര? 69 രൂപ കൊടുക്കുക. 69 രൂപ. അതുപോലെ തന്നെ റെഡ് കളർ NS 2018. 2018. ഇങ്ങോട്ട് വരി, ഫ്രെയിമിലേക്ക് വരി. 2018. ഓക്കെ, എത്ര? 2018. എത്ര? 78 രൂപ. 78 രൂപ. നിങ്ങളെ ഫ്രെയിമിൽ ഇങ്ങനെ തിന്നുന്നോളി, അയക്ക് നോക്കിയിട്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ FZ വരുന്നുണ്ട്. 2017. എത്ര V2. ഓക്കെ, എത്ര 46 രൂപ കൊടുത്തേക്കാം. 46 രൂപ കൊടുത്തേക്കാം. 46. ഇനി നേരിട്ട് കസ്റ്റമർ വരാൻ എന്തെങ്കിലും കൊടുക്കുക. അതെന്താ എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കും. തീർച്ചയായും. ഓക്കെ, അതുപോലെ തന്നെ V3 2021 മോഡൽ. 2021 മോഡൽ FZ V3 എത്ര വയ്ക്കുന്നത്? 83 രൂപ. 83 രൂപ. അതുപോലെ തന്നെ 2021 V3 എത്ര വയ്ക്കുന്നത്? 83 രൂപ. 83 രൂപ. ഓഫർ പ്രൈസ് ആണ്. അതായത് ഓണത്തിന് ഇന്ന് പൂക്കളിടുമ്പോ നല്ലൊരു വണ്ടി കൂടി നിങ്ങളെ വീട്ടിലേക്ക് എത്തട്ടെ. ഓക്കെ, ഇത് ചിലപ്പോ നിങ്ങൾ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓണസദ്യ കഴിക്കുന്നതിന്റെ ഇടയിലായിരിക്കും, ഓണത്തിനായിട്ട് കൂട്ടുകാരെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും. 365 ദിവസം ഇവിടെ ഓഫറാണ്. അതെ, 365 ദിവസം ഓഫറാണ്. എല്ലാ വണ്ടിക്കും 365 ദിവസം ഓഫറാണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വരുന്ന വണ്ടി 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 53 രൂപ ഫൈനൽ കൊടുക്കാം. 53 രൂപ. 2021 മോഡലാണ് കേട്ടോ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലാമർ 19 എത്ര ചോദിക്കുന്നത്? 58 രൂപ. 58. എക്സ്പൾസ് ആണ് എത്ര ചോദിക്കുന്നത്? 2021 മോഡൽ. 2021 എത്ര ചോദിക്കുന്നത്? 15 RS. എല്ലാവരും എൻക്വയറി ചെയ്യുന്ന മോഡലാണ് RS. 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്? 1,32,000 രൂപ. അത് കുറച്ച് കൂടിയല്ലോ. 2021 നിങ്ങൾ കുറച്ച് കുറക്കൂലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായും. 2019 മോഡൽ സ്റ്റാൻഡേർഡ്. എത്ര ചോദിക്കുന്നത്? 97 രൂപ കൊടുക്കുക. 97 രൂപ. 5000 കൊണ്ട് നമുക്ക് ABS കാര്യങ്ങളെല്ലാം ഉള്ള മോഡലാണ്. ഫുൾ സെറ്റ് ആണ് അല്ലേ? അതെ. 97 രൂപക്ക്. അതെ. 2019 ABS. അതെ. സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ. അതെ, സെറ്റ്. ഓക്കെ, ഫിനാൻസ് ആണെങ്കിൽ എത്ര കിട്ടും? ഫിനാൻസ് നമുക്ക് 5 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. 5000 രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിന് സ്റ്റാൻഡേർഡ് വണ്ടികളെല്ലാം 5 രൂപ 10 രൂപ നമുക്ക് ഇറക്കിക്കൊണ്ടോ? ഇവിടെ ഏത് വണ്ടിയാണെങ്കിലും. അതെ. ഇനിയിപ്പോ അതുമല്ല, ഫിനാൻസിന് എല്ലാം റെഡി പൈസ 8 രൂപ കിടക്കാൻ പറ്റിയ വണ്ടികളുണ്ട് ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബുള്ളറ്റ് വരുന്നുണ്ട്. 2018 എത്ര? സിംഗിൾ ഓണർഷിപ്പ്. എത്ര? 98 രൂപ. 98 രൂപ. സീറോ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഗൺ മെറ്റൽ ഗ്രേ എത്ര ചോദിക്കുന്നത്? 2018 മോഡൽ. സ്റ്റാൻഡ് ക്ലാസിക് 350 എത്ര ചോദിക്കുന്നത്? 1.15. സീറ്റ് ഇതൊക്കെ അടിച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മൾ വരുമ്പോ പെട്ടെന്ന് വണ്ടി റെഡി ആക്കി തോന്നുന്നുണ്ട്. കാരണം അത്രയും വണ്ടി കളക്ഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ വരവിൽ ഇത്ര വണ്ടി കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു യൂണിക്കോൺ കൂടി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 78 രൂപ കൊടുക്കാം. 78 രൂപക്ക്. 2021 മോഡൽ. അതാണ്ട ഒരുപാട് വണ്ടികൾ നിരത്തി എങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ നമ്മളെ ലൊക്കേഷൻ പറയാൻ പറഞ്ഞത് നിങ്ങളോട് ഇന്ത്യ അടുത്ത് കുറെ വിട്ട് നിൽക്കുന്നത്, നിങ്ങൾ അടുത്തേക്ക് എത്തി അപ്പോഴല്ലേ കാണുള്ളൂ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ? ഓക്കെ, നമ്മളെ ലൊക്കേഷൻ പറയാൻ തിരിയാം. വരി. അതാ നമ്മൾ ഈ ഒരു ആംബുലൻസ് നിർത്തി ഇതാ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിപ്പോ കറക്റ്റ് റൂട്ടാണ് പറഞ്ഞു കൊടുത്താൽ. കറക്റ്റ് നമുക്ക് ട്രിവാൻഡ്രം ആലപ്പുഴ റോഡ്, തിരുവനന്തപുരം ആലപ്പുഴ റോഡ്, ബൈപ്പാസ് റോഡ്. മേവറം ജംഗ്ഷനിൽ ഹയാത്ത് ഹോട്ടലിന് തൊട്ടടുത്ത്. മേവറം ജംഗ്ഷന് ഹയാത്ത് ഹോട്ടലിന് തൊട്ടടുത്ത്, അതായത് ഹയാത്ത് ഹോട്ടലാണ് നേരെ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഡി മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. ഇതിന് മുന്നേ നമ്മളൊരു തണ്ടർപേർഡ് ഗിവ് വെച്ച് ഇതിന്റെ മുന്നേ നമ്മളൊരു വീഡിയോ എടുക്കാൻ അവിടെ വന്നിരുന്നു. അപ്പൊ നമ്മളിവിടെ വരുമ്പോ നമുക്ക് ഇവിടെ ഒരുപാട് ഓഫറുകൾ അന്ന് നല്ലപോലെ കത്തിയ വീഡിയോ ആണ്. അതിലേറെ കത്തട്ടെ, അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചും, ഇല്ലെങ്കിൽ നമ്മൾ കത്തിച്ചും. അതാണ് നമ്മളെ പവർ. അപ്പൊ യൂണിക്കോൺ നിങ്ങൾ പറഞ്ഞ പോലെ 8 രൂപയ്ക്ക് യൂണിക്കോൺ, 8 രൂപയ്ക്ക് മാസ്ട്രോ, 9,500 മാസ്ട്രോ, അതൊക്കെ 8 രൂപയ്ക്ക് പ്ലഷർ. ഓക്കെ, ഇനി ഉള്ളിൽ വണ്ടികളുണ്ടോ? നമ്മളെ മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ മറ്റേ ഷോറൂമാണോ? അതെ, അവിടുത്തെ ഷോറൂം. മറ്റേ ഷോറൂമിലേക്ക് പോവാം. ഇതന്നെ. അല്ല, ഇന്നിപ്പോ ഡെലിവറി ഉണ്ട് ഇവിടെ? ഉണ്ട്, 3 വണ്ടി ഡെലിവറി. 3 വണ്ടി ഡെലിവറി ഉണ്ട് അല്ലേ? നല്ല അത്യാവശ്യം കച്ചവടം നടക്കണ്ടല്ലോ. ഉഷാറാവട്ടെ. ഷോറൂം ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അൽഹംദുലില്ലാ സെറ്റ് ആണ്. പേര് ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് അബിൻ. യെസ്, എന്നാ വരി. നമുക്ക് ഇനി ഇവിടെ ചെറിയ ചെറിയ വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. ഒന്ന് ഉള്ളിലേക്ക് വരാം. എനിക്ക്
പറഞ്ഞത് ഡെഡ് ബൈക്ക്. അതെ, ഈ ഒരു ഇതിന്റെ പേരെന്താണ്? ഇത് ഡെഡ് ബൈക്ക് കുട്ടികൾക്കുള്ള. ഓക്കെ, കുട്ടികൾ 4 സ്റ്റോക്ക് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 26,000 രൂപ ആ റേഞ്ച്. 2 സ്റ്റോക്ക് ഇല്ലേ? 2 സ്റ്റോക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡെലിവറി ഉണ്ട്. ഇന്നൊരു ഡെലിവറി ഉണ്ട്. അതെ അതെ. ഓക്കെ. പിന്നെ ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. വണ്ടി വാങ്ങുന്നതിൻ്റെയും ഡീലിങ്ങിൻ്റെയും അങ്ങനെ കുറച്ച് തിരക്കാണ്. ഇനി നമുക്ക് നേരെ നമ്മൾ മറ്റേ ഷോറൂമിലേക്ക് പോകാം. ഇവിടെ പുതിയ ഷോറൂമിലെത്തി. പുതിയ ഷോറൂമിൽ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ ഒരു ഡെലിവറിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഹായ് ബ്രോ, എന്താണ് പേര്? സിബിൻ. അമ്മ സോബി. നിങ്ങൾ എവിടെ സ്ഥലം? ചൊവ്വള്ളൂർ. ഓക്കെ, നമുക്ക് അതിന്റെ ഡെലിവറി ചെയ്യാം അല്ലേ? ഓക്കെ, എന്നാ വരും ഫ്രണ്ടിലേക്ക് ഒന്ന്. ആദ്യം നമ്മൾ ഡെലിവറി ചെയ്തിട്ടാണ് മറ്റുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അതെ 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 അതെ. ഓക്കെ, കൈ പിടിക്കും. ഓക്കെ അമ്മ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഒരു ഡെലിവറി. ഇത് ഏതാണ് വണ്ടി എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, വണ്ടി ഓപ്പൺ ചെയ്തോളൂ. യെസ്, MT ആണല്ലേ? കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണോ? ഏറെക്കുറെ അല്ലേ? ഓക്കെ, വണ്ടി ചെക്ക് ചെയ്തു. എന്താണ് പോലെ പറ്റി പറയാനുള്ളത്? നല്ല കണ്ടീഷനാണ്. ഷോറൂം നിങ്ങൾ വണ്ടി ഫുൾ ചെക്ക് ചെയ്തിട്ടൊക്കെ ഹാപ്പി അല്ലേ? നല്ല സർവീസ് ആണ്. ഓക്കെ, എന്നാ താങ്ക് യു. നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കാം. ഓക്കെ, താങ്ക് യു. നല്ല കളറാണല്ലോ വണ്ടി അല്ലേ? അടിപൊളി വണ്ടി കേട്ടോ. ഓക്കെ അല്ലേ? നമ്മളെ പരിപാടി തുടങ്ങിയാലോ? ഓക്കെ, വരി, നമ്മളെ പരിപാടി തുടങ്ങാം. സെറ്റല്ലേ? ഓക്കെ, അങ്ങനെ ഈ ഒരു ഷോറൂമിന്റെ ആംബിയൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ വേറെ ലെവലാണ്. അതായത് ഇവിടെ കുറച്ച് പ്രീമിയം ആണ് അല്ലേ? അത് ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമാണ്. ഈ ഡ്യൂക്ക് 250 എന്ന് തന്നെ തുടങ്ങാം. 2022 മോഡൽ. 2022 മോഡൽ. അതെ. മാർക്കറ്റിലേക്ക് 210, 215 വരെയുള്ള വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഫൈനൽ ഓഫർ പ്രൈസ് 190 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 190 ഫൈനൽ. 2022 ഡ്യൂക്ക് 250. 2022 ഡ്യൂക്ക് 250 സിംഗിൾ ഓണർ അല്ലേ വണ്ടി? സെക്കൻഡ് ഓണർ ആണ്. അതെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോ കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഇതൊരു 17 അത്ര കിലോമീറ്റർ സംതിങ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 250 തന്നെയാണ്. 2021. ബാക്കിൽ ടൈലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ചെക്കന്മാരെ വണ്ടിയാണ് തോന്നുന്നത്. ടയറൊക്കെ മാറി കൊടുക്കും. ടയർ കാര്യങ്ങളെല്ലാം മാറി കൊടുക്കും. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ 1,68,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1,68,000 രൂപയ്ക്ക്. എത്ര മോഡലാണ്? 2021. 2021 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂക്ക് 250 കുറച്ച് താഴെയാണ് ഇത്. 250 അല്ല 200. ഇത് 200. സോറി, ഇത് 200 ആണ്. പക്ഷേ 250 ഇവിടെ സ്റ്റിക്കർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? 2021 മോഡൽ 1,49,000 ഫൈനൽ. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഡ്യൂക്കുകളൊക്കെ എത്ര ഇറക്കാം? ഇത് നമുക്കൊരു ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് 35 രൂപ 40 രൂപ കൊണ്ട് നമുക്ക് 35-40 വരെ ഇറക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് കസ്റ്റമൈസ് ചെയ്ത വണ്ടി 2022 മോഡൽ. കസ്റ്റമൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലുക്ക് കാര്യങ്ങൾ വേറൊരു വെറൈറ്റി, നല്ല ക്വാളിറ്റിയുള്ള വൈൻ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. 2022 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 1,59,000 ഫൈനൽ കൊടുക്കാം. 2021 വിലയാണ് 2022 കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെ കേട്ടാൽ മതി. നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ടേബിൾ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് ഓക്കെ സെറ്റ് ആക്കണം. 2022 മോഡൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് 100 എന്ന് പറഞ്ഞാൽ. ഹൈറ്റ് കുറവുള്ളതുകൊണ്ട്. 2022 മോഡൽ 1,53,000 ഫൈനൽ കൊടുക്കും. 1,53,000 അല്ലേ? ക്ലാസിക് സ്റ്റാൻഡേർഡുകളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഒന്നുകൂടി കർവ് ചെയ്ത് ഓടിക്കാനും കംഫർട്ട് ആയിട്ടുള്ള എഞ്ചിന്റെ ഒരു സ്മൂത്ത്നെസ്സും വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം കുറവാണ്. അതെ, അതുപോലെ തന്നെ വണ്ടി ഒരു വേറെ ലുക്കാണ് അല്ലേ? 2016 മോഡൽ കണ്ടാ പറയത്തില്ല, പക്ക ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, 2016 മോഡല് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര? സ്ക്രാച്ച് കാർഡ് മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ, അത് നമുക്ക് മാറി കൊടുക്കും. സ്ക്രാച്ച് കാർഡ് ചെറിയ തുരുമ്പ് പോലെ. എത്ര ഇതിന് റേറ്റ് ചെയ്യുന്നത്? 88,000 ഫൈനൽ. 88,000 ഫൈനൽ. 85 ഫൈനൽ കൊടുക്കും. 85 രൂപ ഓൾറെഡി കസ്റ്റമർ അഡ്വാൻസ് ചെയ്തിരിക്കുക. അഡ്വാൻസ് അവരെ സിബിൽ നോക്കിയതിനു ശേഷം ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത കസ്റ്റമറിന്റെ ചിലപ്പോൾ റിട്ടേൺ പോകാനും അങ്ങനെ ഉണ്ടാവില്ല. ചില ആളുകൾ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് വെയിറ്റ് ചെയ്യണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലത്തെ മോഡൽ വേറെ എടുത്തു കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2017 മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് വരുന്ന വണ്ടി 9,000 90,000 പ്രൈസ് വരുന്നത്. നമ്മൾ ഓഫർ പ്രൈസ് സോറി, ഈ 9,000 90,000 900 ഒന്ന് മാറും കൺഫ്യൂഷൻ ആയിട്ട്. ഓക്കെ, 90,000 രൂപ ഓഫർ പ്രൈസ് വരുമ്പോൾ 85 രൂപ 2,000 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കും? 83 രൂപ. 83 രൂപക്ക് 2017 മോഡല് സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ജാവ വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് തിരിയാണി ഇങ്ങോട്ട് വരി.
ഇങ്ങോട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ ജാവ വരുന്നുണ്ട്. നിങ്ങൾ റിവേഴ്സ് നടന്നാൽ മതി കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജാവ വരുന്നുണ്ട്. 2020 മോഡൽ. 2020 മോഡൽ എത്ര ചോദിക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് 7000 കിലോമീറ്റർ. 7000 കിലോമീറ്റർ നമുക്ക് ചോദിക്കുന്നത് 1.5 കൊടുക്കാം. 1.5 1.15 ആണ് ഇവിടെ റേറ്റ് ഇട്ട് കേട്ടോ. 1.5 കൊടുക്കാം. 1.5 എന്തായാലും കൊടുക്കാന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ എത്ര? ഡൗൺ പേയ്മെന്റ് ഒരു 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ജാവ നിൽക്കും. 0 ഡൗൺ പേയ്മെന്റ് ഒന്നും പോലും വേണ്ട, ഒരു രൂപ പോലും വേണ്ട. അതിന് ഒരു രൂപ പോലും വേണ്ട. 1 രൂപ പോലും ഞാൻ സ്റ്റാൻഡേർഡ് കൊണ്ടുപോകും. പക്ഷേ പക്ക കസ്റ്റമർ ആയിരിക്കണം. അവരുടെ പ്രൊഫൈല് പക്ക ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൊണ്ടുപോകുള്ളൂ അല്ലേ? അതായത് സിവിലൊക്കെ സിവിലൊക്കെ പൊട്ടിക്കിടക്കുന്ന കസ്റ്റമർ 0 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. മിനിമം എത്ര വേണം നമ്മുടെ സിവിൽ കാര്യങ്ങൾ? 750 വേണം. 780. ആ ട്രാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം. ഓക്കെ, അതുപോലെ തന്നെ ഡൊമിനാർ ബ്ലാക്ക് 250 2020 മോഡൽ. 2020 മോഡൽ എത്ര ചോദിക്കുന്നത്? 1,03,000 ഫൈനൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ? മറ്റേ വീലിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 15 രൂപ കൊണ്ട് നമുക്ക് ഇറക്കി കൊണ്ടുപോകാം നിസ്സാരമായിട്ട്. എത്ര? 15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. അതുപോലെ തന്നെ MT ഫാൻസിന്റെ വന്നോളൂ. അഡ്വാൻസ് ആയി കൊടുക്കണില്ല. 2020 മോഡല് നമ്മൾ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന 1,15,000 രൂപ. 1,15,000 രൂപക്ക് MT. അതെ, 2020 കൊടുത്ത് അഡ്വാൻസ് ആയി. എന്താ ചെയ്യാ? ഇതിൽ 1,25,000 റേറ്റ് ഇട്ടത് 1,15,000 രൂപയ്ക്ക് സാധനം കൊടുത്തു പോയിട്ടുണ്ട്. സോറി. അപ്പോ ഇനിയും ബെസ്റ്റ് പ്രൈസിൽ ഇതുപോലത്തെ MT ഇനിയും വരാല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കസ്റ്റമർക്ക് എന്നും ഓഫർ 365 ദിവസം 365 ഓഫർ. 2023 എക്സ്പൾസ് 4V സിംഗിൾ ഓണർഷിപ്പ് 1,35 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,35 ഫൈനൽ ചെയ്ത് കൊടുക്കാം. നീറ്റ് വണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെയിൻ പോക്കറ്റ് പുതിയത്. ഇതാ പറഞ്ഞത്, ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കണം. ചില ആളുകൾ അതൊന്നും നോക്കൂല, കൊണ്ടുപോയിട്ട് വണ്ടി എടുത്തിട്ട് പറയും അടാ അത് കംപ്ലൈന്റ് ഇതൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പൊ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ? നിസ്സാരമായ പണികളാണ്. എഞ്ചിൻ വരാണ്ട് എന്തുകൊണ്ടെങ്കിലും 1 മാസം നമ്മൾ വർക്ക് ചെയ്യും. അത് ഗ്യാരണ്ടിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഗ്യാരണ്ടിയാണ് അല്ലേ? ഫുൾ സെറ്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ അതിലെന്തായാലും ചിലപ്പം കൊണ്ടുപോകുമ്പോൾ ഈ ആക്സിഡന്റ് ക്ലച്ച് ബ്രേക്ക് പാഡ് ചെയിൻ പോക്കറ്റ് ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴും ഇതിനുള്ള വർക്ക് ചെയ്യണം. ഒരു 2000 വർക്ക് നമ്മൾ ചെയ്യണം തീർച്ചയായും. അതായത് എഞ്ചിൻ പരമായിട്ട് എന്തുണ്ടെങ്കിലും 1 മാസത്തേക്ക്, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് അത് എഞ്ചിൻ പണിയാണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ ആയുസ് പോലും നമുക്ക് ചക്കയാണെങ്കിൽ നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് ഞാൻ തന്നെ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് വിട്ടിട്ടുണ്ട്. നമുക്കിപ്പോ കുറെ ആളുകൾ ഇപ്പൊ മെക്കാനിക്കേഴ്സ് എടുത്തിട്ട് വിട്ടിട്ടുണ്ട്. നമുക്ക് മെക്കാനിക് ആയിട്ടും കാര്യമില്ല. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും, മെക്കാനിക്കിന് പോലും പണി കിട്ടുന്നുണ്ട്. ചില ആളുകൾ ഇത് വിളിച്ച് ചൂടാകുന്നതാണ്. നമ്മളോട് വിളിച്ച് ചൂടാകുന്നതാണ്. ഇത് എന്താ ബ്രോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടല്ല? ഞാൻ എന്റെ വീഡിയോ കണ്ടു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ചിലപ്പോൾ 1 മാസം കൊണ്ട് ഒരാള് റഫ് യൂസ് ചെയ്ത 1 മാസം കൊണ്ട് വണ്ടി കംപ്ലൈന്റ്. ചില ആളുകൾ നല്ല രീതിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ ആ കംപ്ലൈന്റ് ആ ഉദ്ദേശിച്ച വണ്ടി തന്നെ ഒരു കൊല്ലുമാണ് വണ്ടി ഉപയോഗിക്കാൻ വെച്ചാൽ കംപ്ലൈന്റ് ആവും. അതെ, ഉപയോഗിച്ചാതെ വെച്ചാലും കംപ്ലൈന്റ് ആവും. V3 എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 1,15 ഫൈനൽ ചെയ്തു. 2 ടയർ പുതിയ ടയർ 2019 മോഡലാണ്. 1,15 ഫൈനൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു V4 വരുന്നുണ്ട്, ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ അല്ലേ? 2023 മോഡൽ. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ കുറെ നേരമായി ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം. എല്ലാ വീഡിയോയിലും നമ്മൾ പവറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബോറല്ലേ? 2023 മോഡൽ 1,59,000 ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ അലവിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി സെറ്റ് ആണ്. 1,59,000 2023 മുറിയോ ഫൈനലാണ്. ഇനി വരട്ടെ കസ്റ്റമർ നേരിട്ട് വന്നോട്ടല്ലേ? ഓക്കെ, അതുപോലെ തന്നെ V4 സോറി V3 2018 മോഡൽ. സോറി, എത്ര ചോദിക്കുന്നത്? ഇതും അഡ്വാൻസ് ആയിരിക്കുകയാണ് ഏകദേശം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. അല്ല, അഡ്വാൻസ് 1,8 കസ്റ്റമർ ആയി. 1,8 ഇത് പോയിട്ടുണ്ട് അല്ലേ? 2018 മോഡലാണ്. 1,8 ഇത് പോയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതേപോലത്തെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. മോഡലിൽ വരും തീർച്ചയായും. ഇതേ കണ്ടിച്ചാൽ 1,8 1,5 കൊടുത്തു തരുമ്പോൾ ഓക്കെ, അതിനാണ് ഡി മോട്ടോഴ്സ്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് BS3 അഡ്വാൻസ് ആയിട്ടില്ല. ഇതിന്റെ കിറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇവിടുത്തെ ഈ ഫ്രണ്ടിലെ കിറ്റ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അഡ്വാൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോ 2015 ഫസ്റ്റ് ഓണർഷിപ്പ് BS3 RC200 ഫസ്റ്റ് ഓണർഷിപ്പ് RC200 എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,20,000 1,20,000 രൂപ. അതുപോലെ തന്നെ RC വീണ്ടും ഒന്ന് എത്രയാണ് ചോദിക്കുന്നത്? RC 125 2021 1,38,000 ഫൈനൽ 1,38,000 രൂപക്ക് നമുക്ക് ഫൈനൽ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു വണ്ടി വരുന്നു RC 125 ആണോ? 2020 മോഡൽ 1,15 ഫൈനൽ 1,15 ഫൈനൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന GT
650. 2021 മോഡൽ. 2021 മോഡൽ ഉണ്ടോ? എനിക്ക് ഇതിന്റെ റേറ്റ് പല ആളുകളും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. എത്ര ഷോപ്പിൽ വാങ്ങുമ്പോൾ തിരക്കും, എല്ലാ ഷോപ്പിനെ കണ്ടിയും റേറ്റ് കുറച്ചിട്ടാണ്. GT നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ, വീട്ടിൽ പറഞ്ഞ പോലെ ഇതിന്റെ റേറ്റ്. ഓക്കെ, ഇറക്കണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇറക്കാം. ഒന്ന് പിടിച്ചോ. ഓക്കെ, ഫ്രണ്ട് ഒന്ന് എടുത്ത് വെക്കണോ? ഫ്രണ്ട് ഒന്ന് പോട്ടെ. അല്ലെങ്കിൽ ബാക്ക് എടുത്ത് വെച്ചാൽ മതി. ബാക്ക് എടുത്തൊക്കെ കഴിയോ? ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, ഇതേ ഇവിടെ ഗ്ലാസ് ഉള്ളതുകൊണ്ടേ ഒരു ഡേഞ്ചറാണ്. ഒന്നത് ഹെവി വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. ഓക്കെ, GT 650 ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ലുക്ക്, ഓൾറൗണ്ട് ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് നമ്മളെ വണ്ടി. ഫ്രണ്ട് ടയർ, ബാക്ക് ടയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മളെ ഷോറൂം വരുന്നത് ഇതാ ഇവിടെയാണ്. ഇതാ ഡി മോട്ടോഴ്സ്. സ്റ്റാർട്ടായല്ലോ, ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. GT 650 ഇത് എങ്ങനെയാണെന്ന് ചോദിക്കണത്? 2021 മോഡൽ. 2021 മോഡൽ എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 2,85,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2,85,000 രൂപയ്ക്ക്. 2,85,000 രൂപക്ക് അറിയാലോ? അറിയാലോ. ഓക്കെ, അറിയാലോ. അപ്പോൾ 2,85,000 രൂപക്ക് GT 650 ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫിനാൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകും? നമുക്കൊരു 2 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. ഒന്ന് അടുത്തേക്ക് വരും. നിങ്ങൾ ഞാൻ പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ബാക്കിലേക്ക് കൂടെ? ക്യാമറ പേടിയുണ്ടോ? കടിക്കോ? പിന്നെ ഞാനൊരു കാര്യം കേട്ടെ, 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് 10,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 10,000 കിലോമീറ്റർ ഓടിയ GT 650 ചോദിക്കുന്ന പ്രൈസ് 2,85,000. 2,85,000 ഫിനാൻസ് ആണെങ്കിൽ നമുക്കൊരു 85,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. വേറെ എവിടെ വേണമെങ്കിൽ കിട്ടത്തില്ല, ഉറപ്പ്, കൺഫേം. ഈ പ്രൈസിൽ GT കേരളത്തിലോടി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഉറപ്പാണോ? കൺഫേം. ഓക്കെ, എങ്കിൽ നേരെ വന്നോളി ഡി മോട്ടോഴ്സിലേക്ക്. ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ ഒരു അവെഞ്ചർ എടുക്കുന്നുണ്ട്, 220. അവെഞ്ചർ എത്ര? 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 61,000 രൂപ. 61,000. അതുപോലെ തന്നെ ജിക്സർ 2021 മോഡൽ, 80,000 രൂപ. 80,000 എത്ര ചോദിക്കുന്നത്? 2020 ഡുമിനാർ 400 എത്ര ചോദിക്കുന്നത്? 2020 മോഡൽ, 1,30,000 രൂപ. 1,30,000. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, 2021 മോഡൽ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,18,000 1,18,000 രൂപ. അതുപോലെ തന്നെ RS നല്ല ഒന്നുകൂടി നീറ്റുള്ള വണ്ടികളുണ്ടല്ലോ അല്ലെ? നേരത്തെ അവിടെ കണ്ടിന്യൂ കുറച്ച് പൊടിയൊക്കെ ആയിരുന്നു. അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇതോ അത് 2019 മോഡൽ. മിററൊക്കെ നല്ല നേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? 2019 1,5. 1,05,000 രൂപക്ക്. 2022 മോഡൽ NS 200 എത്രക്ക് ഉണ്ട്? നമുക്ക് 1,30,000 രൂപ. ഫിനാൻസ് ആണെങ്കിൽ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 25 രൂപക്ക് കൊടുക്കാം ഇറങ്ങുണ്ടോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മളെ സ്റ്റാഫിനെയും നമ്മുടെ ടീമിനെയും എല്ലാവരും മൊത്തത്തിലൊന്ന് കാണിക്കാം. അപ്പോൾ വണ്ടികളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വരാം, വണ്ടി ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ എടുത്തു പോവാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ഡി മോട്ടോഴ്സിന്റെ പേജ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ ഇവരുടെ കുറെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അല്ലേ? കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയത്. യൂട്യൂബ് ഉണ്ടോ നിങ്ങൾക്ക്? യൂട്യൂബിന്റെ ചാനലിന്റെ ഡിമോട്ടോസ്, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഇവരുടെ പേജിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ, ഒരുപാട് ഓഫറുകൾ ഇടയ്ക്കിടയ്ക്ക് ഗീവ് അവേസ് ആണെങ്കിലും മറ്റുള്ള ഒരുപാട് സംഗതികൾ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവരെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ഫോളോ ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ഫോളോ ചെയ്ത് വെച്ചോളി. ഇനിയും ഒരുപാട് കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന്. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഓരോ ഗിഫ്റ്റുകളുമായിട്ടുള്ള ഓട്ടത്തിലായിരുന്നു, നെട്ടോട്ടത്തിലായിരുന്നു. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തിരക്കിലായിരുന്നു. അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അതെ, ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഓണത്തിന് ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എങ്ങനെയായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി വേണ്ട ആവശ്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളി, എല്ലാവരും അറിയിച്ചോളി, നമ്മളെ ലൈക്ക് അടിച്ചോളി, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി, നമ്മളെ ബെല്ലൈക്കൺ വർത്തിക്കോളി. ഇനിയും ഒരുപാട് ഇതുപോലത്തെ കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലത്തെ സ്റ്റാഫുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ഷോറൂം നടത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ എല്ലാവരും നമ്മൾ കാണിക്കാം. ഓക്കെ, അങ്ങനെ ആദർശ് വാങ്ങി ഈ ഷോറൂമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ മൂന്നാമത്തെ ഡെലിവറി നമ്മളെ മുന്നിൽ തന്നെ കണ്ടു. ഇനിയും ഒരുപാട് ഡെലിവറി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇവിടുന്ന് പോകും. എന്തായാലും ഇവരൊരു ടീമായി നിന്നതുകൊണ്ടാണ് ഇത്രയും വണ്ടി കളക്ഷനും ഇതുപോലെ ഓഫറും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ കഴിയുന്നത്. ഗ്രീഷ്മ എന്താണ് ഇവിടുത്തെ ഡ്യൂട്ടി? ഫിനാൻസ് ആണ്. ഓക്കെ, സെയ്തലി ഇവിടെ ഇതിന്റെ എല്ലാ ആണല്ലോ. ഓക്കെ, സതീഷ് നമ്മളെ സുഹൃത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൂപ്പര് ഒരു മെഗാ സംഭവം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്.
ഒരു വമ്പൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്നുണ്ട് അല്ലെ? അതെ, അതെ. അതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലേ ഡി മോട്ടോസിന്റെ ഇൻസ്റ്റഗ്രാം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. അത് മസ്റ്റ് ആയിട്ട് അതിൽ വരുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾ ലൈക്ക് അടിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നോളി. പിന്നെ അതുപോലെ തന്നെ ഒരാളും കൂടി വരാണ്ട് ആളും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ പറഞ്ഞോളൂ. അഭിന് അടുത്ത ആള് മൂപ്പര് നമ്മളെ വീഡിയോയിൽ അങ്ങനെ കണ്ടോണ്ട് പിന്നെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ട് വീഡിയോയിലും ഫുൾ ആക്റ്റീവ് ആണ് മൂപ്പര്. ഓക്കെ ജിബിൻ ഓക്കെ. ജിബിനും നമ്മളെ ഇതിന്റെ എല്ലാ ഓൾ ഇൻ ഓൾ ആണ്. ഓക്കെ അതുപോലെ തന്നെ നൗഷാദ് എല്ലാം ഇവര് ഇതിന്റെ മെയിൻ ആളുകളാണ്. സവാദിന് നമുക്ക് ഇതിന് മുന്നേ പേര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. സവാദ് ഓക്കെ വരി ഒരാള് കൂടെ വരാണ്ട് വരി ഇങ്ങോട്ട് വരി. ആ ബുക്കൊക്കെ ആയിട്ട് വരി. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് കാണുള്ളൂ. വരി യെസ്. ഈ ആള് കാണുന്നവരുന്നല്ലോ കേട്ടോ, ചില്ലറക്കാരിയല്ല. അതായത് ഇവരെ പേജിൽ ഇൻസ്റ്റാഗ്രാമില് ഓരോ വണ്ടിയുടെ കളക്ഷൻ ആണെങ്കിലും അപ്ഡേഷൻ ആണെങ്കിലും. പേര് സനൂജ് എങ്ങനെയാ ഇത് പഠിച്ചത്? ഇവിടെ വന്ന് പഠിച്ചാണോ? പക്ഷെ നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് സനൂജയുടെ വീഡിയോ ഒക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നല്ല ആക്റ്റീവായിട്ട് വണ്ടിന്റെ ബൈക്കുകളെ പറ്റിയും സ്കൂട്ടറിനെ പറ്റിയൊക്കെ എത്ര ഡീറ്റെയിൽസ് ആയിട്ട് സ്ത്രീകളുമായിട്ട് പൊതുവെ അങ്ങനെ ഇല്ല അല്ലെ പൊതുവെ. പക്ഷെ നമ്മൾ ഡി മോട്ടോഴ്സിൽ ഈ സ്ത്രീകളായിട്ടുള്ള ഒരാൾക്ക് കൂടി പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ കാണണം നിങ്ങളൊന്ന് പറഞ്ഞിട്ടോളി. തീർച്ചയായിട്ടും നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല വീഡിയോകളൊക്കെ നിങ്ങൾ ചെയ്യണം. അതിനനുസരിച്ച് നമ്മളെ പ്രേക്ഷകർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഉഷാറാവട്ടെ. ഓട്ടെ. ഇവിടെ കുറെ ആലോ ഇപ്പൊ വന്നിട്ട് ഇല്ല, ഒരു 4 മാസം. ഒരു 4 മാസം കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഭരിക്കുകയാണല്ലോ ഡിവോഴ്സിന്റെ. ഓക്കെ ഏതായാലും സെറ്റാണ്. ഉഷാറാട്ടെ. അപ്പൊ എല്ലാവിധ ഭാഗവാദങ്ങളും നേർന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഇനിയും നമുക്ക് കാണാം. ഡി മോട്ടോസിന്റെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. കറക്റ്റ് അപ്ഡേഷൻ നമ്മൾ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡി മോട്ടോസിന്റെ പേജ് എല്ലാവർക്കും പിന്നെ ഓണാശംസകൾ. എല്ലാവരും ഓണാശംസകൾ പറഞ്ഞാലോ. ഓക്കെ എല്ലാവരോടും ഓണാശംസകൾ. ആരുടെ ഓണാശംസകൾ? ഡിമോട്ടോസിന്റെ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഒന്ന് ആക്റ്റീവ് പോരാ. എല്ലാവരോടും ഡിമോട്ടോസിന്റെ ഓണാശംസകൾ. യെസ്, എല്ലാവരോടും ഡിമോട്ടോസിന്റെ ഓണാശംസകൾ. ഓണം ഫുഡ് കഴിച്ചവരാണെങ്കിലും എങ്ങനെ ഇവിടെ എന്തോ കച്ചറ കൂടിയിട്ട് ലാംഗ്വേജ് മാറിപ്പോയി. എല്ലാവരും മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ എല്ലാവരും മലയാളത്തിൽ പറഞ്ഞപ്പോ ഹാപ്പിയോട്. അപ്പൊ എല്ലാവരോടും നമുക്ക് ഹാപ്പിയോടും തന്നെ ആക്കിയാലോ. അപ്പൊ എല്ലാവരോടും ഡിമോട്ടോസിന് ഹാപ്പി ഓണം.